വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പം നമുക്കിന്ന് നാടൻ പന്നീർ റോസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് നാടൻ പന്നീർ റോസാണ്, കമ്പ് വെച്ച് കിളിർപ്പിച്ചെടുത്ത റോസസാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പണ്ട് കോമൺ ആയിട്ട് കണ്ടുവന്നിരുന്നൊരു റോസാണ്, നാടൻ പന്നീർ റോസാണ്. രണ്ടാമതായിട്ട് ഈ ഒരു റോസാണ്, പീസ് ആൻഡ് ലവ് റോസാണ് കേട്ടോ. ബഞ്ചായിട്ട് പൂക്കും. ഈ ഒരു പൂങ്കില നോക്കുമ്പോൾ രണ്ട് കളറ് കാണുന്നുണ്ടല്ലോ, യെല്ലോയും കാണുന്നുണ്ട്, ഒരു ഓറഞ്ചും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിങ് എന്ന് പറയുന്നത് ഇങ്ങനെ മിക്സഡ് ആയിട്ടായിരിക്കും, യെല്ലോയും ഓറഞ്ചും മിക്സഡ് ആയിട്ടായിരിക്കും ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആവുന്നത്. നല്ലൊരു വെറൈറ്റിയാണ്, ബഞ്ചായിട്ട് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. കളറിൻ്റെ കാര്യത്തിലായാലും രണ്ട് മിക്സഡ് ആയിട്ട് കളർ വരുന്നത് കൊണ്ട് ഗാർഡനിൽ ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നല്ലൊരു അട്രാക്റ്റീവായിട്ട് നിൽക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത്യാവശ്യം നല്ലതുപോലെ വളരുന്നൊരു ടൈപ്പ് പ്ലാന്റ് തന്നെയാണ്. അടുത്തതായിട്ട് വരുന്നത് ഹെറോഗേറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പൂക്കൾ ഇത്ര മാത്രമല്ല കേട്ടോ, ഇതിനേക്കാളും വലിപ്പം വെക്കും. അതുപോലെ തന്നെ നിറയെ ഇതളുകൾ വരുന്നൊരു വെറൈറ്റിയാണ്. നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെത്. ഒരു ഓറഞ്ചും യെല്ലോയും, നേരത്തെ കാണിച്ച കളറല്ല, അതിനേക്കാളും ലൈറ്റ് ആയിട്ട് വരുന്നൊരു യെല്ലോയും ഓറഞ്ചും ഷെയ്ഡിലായിരിക്കും ഇത് ഫ്ലവറിങ് ആവുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ്. ഇതിൽ കാണുമ്പോൾ അത്യാവശ്യം ഇതിനേക്കാളും പെറ്റൽസ് കൗണ്ട് വരുന്നുണ്ട്, അതേപോലെ വലിപ്പവും വരുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ടുള്ളത് ഈ ഒരു ബിസ്ക്കറ്റ് റോസാണ്. ബിസ്ക്കറ്റ് റോസ് കളറിനൊരു കാവി കളർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ചുടുകട്ട ഷെയ്ഡ്, കാവി കളർ അങ്ങനെ പറയാൻ പറ്റും. നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതും. ഇതിൽ നിറയെ മുള്ളുകളോട് കൂടിയൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. നിറയെ പൂക്കളുണ്ടാവും, നല്ല കളർ കോമ്പിനേഷനിൽ നല്ലൊരു കളറാണ് കേട്ടോ. അതിൻ്റെ കറക്റ്റ് കളർ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു തരാൻ അറിയില്ല. അടിപൊളി റോസാണിത്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. അടുത്തതായിട്ട് വന്നേക്കുന്നത് മിനിയേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു റോസാണ്. ഇത് ഈ ഒരു റോസ് വൈറ്റും പിങ്കും കൂടെ കലർന്നിട്ട് വരുന്നൊരു ഫ്ലവറാണ് കേട്ടോ, കലർന്നിട്ടുള്ള ഫ്ലവറാണ്. അടിപൊളിയാണ്. കുഞ്ഞു 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 പൂക്കളായിരിക്കും വരുന്നത്. ഒരു ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും, നിറയെ ഇങ്ങനെ കൊലകുത്തി പിടിക്കുന്ന ടൈപ്പാണ്. ഇതിൻ്റെ നാടൻ ബഡ് ചെയ്ത തൈകളാണ്. നിറയെ മുള്ളുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗത്തും മുള്ളില്ല എന്ന് പറയാൻ പറ്റില്ല, എല്ലായിടത്തും നമ്മുടെ പൂ വരുന്ന തണ്ടിൽ വരെ നിറയെ മുള്ളുകൾ, അതും ചെറിയ ചെറിയ മുള്ളുകളുള്ളൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ ഇത്. അതിൻ്റെ ഐഡിയ എനിക്കറിയില്ല. ബഞ്ചായിട്ട് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ്. അടുത്തതായിട്ടുള്ളത് അഹല്യ റോസാണ്. അഹല്യ റോസിന് മുള്ളിൻ്റെ ശല്യമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വൈറ്റ് സമ്മർസിനോ എങ്ങനെയാണോ ആ സെയിം തന്നെ ആയിരിക്കും. ഫ്ലവറിൻ്റെ കാര്യത്തിൽ മാത്രം ജസ്റ്റ് ഒരു ചേഞ്ച് വരും. അവിടെ വൈറ്റ് ആണോ എന്നുണ്ടെങ്കിൽ ഇവിടെ പിങ്ക് ആയിരിക്കും ഫ്ലവറിങ് ആവുന്നത്. പിന്നെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരിഞ്ഞ് ഒരു ദിവസം 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ ഒരു പിങ്ക് ഷെയ്ഡ് മാറിയിട്ട് വൈറ്റ് ഷെയ്ഡിലോട്ട് വരും. അപ്പോൾ അഹല്യ റോസാണ് അടുത്തതായിട്ടുള്ളത്. അഹല്യയുടെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ. പിന്നെയുള്ളത് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ നമ്മുടെ കത്തിരിക്ക കളർ എന്നൊക്കെ പറയില്ലേ, ഒരു നീല നിറം ഉള്ള റോസാണ്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്. നമ്മുടെ നാടൻ കമ്പ് വെട്ടി വെച്ച് പിടിപ്പിച്ചെടുക്കുന്നത്, അതായത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നിറയെ പൂക്കും, നല്ല പെർഫ്യൂംസിൻ്റെ സ്മെല്ലൊക്കെയാണ്, പെർഫ്യൂം സ്മെല്ലൊക്കെയാണ് ഇതിന്. ഇത് നമ്മുടെ ഗാർഡനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വിരിയുന്ന സമയത്ത് നല്ല സ്മെല്ലുണ്ടാവും. അങ്ങനത്തെ ഒരു റോസ് വെറൈറ്റിയാണ്. ഇപ്പോൾ പെർഫ്യൂം റോസൊക്കെ അന്വേഷിച്ച് കിടക്കുന്നവരുണ്ടാവും. നല്ല സ്മെല്ലുള്ള റോസൊക്കെ അവർക്ക് പറ്റിയൊരു റോസാണ് കേട്ടോ. അടുത്തതായിട്ട് ഈ ഒരു റോസാണ്. ഇതിൻ്റെ ഒരുപാട് തൈകളൊന്നുമില്ല, ഒരു 3-4 തൈകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ബ്ലൂ ഫോർ യു എന്നാണ് ഐഡി വരുന്നത്. നന്നായിട്ട് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റി കൂടെയാണ്. ഇതും ഫ്രാഗ്രൻസിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല കേട്ടോ. അത്യാവശ്യം നല്ല സ്മെല്ലുള്ളൊരു വെറൈറ്റി തന്നെയാണ്. നല്ലപോലെ ബ്ലൂമിങ് ചെയ്യും, നമ്മുടെ ക്ലൈമറ്റിൽ നല്ലപോലെ ഫ്ലവറിങ് ആവും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. ബ്ലൂ ഫോർ യു എന്നാണ് ഐഡി വരുന്നത്. ഇതിൻ്റെ അത്യാവശ്യം നമുക്കൊരു 4 തൈകൾ മാത്രമേ ഇപ്പോൾ എടുക്കാനുണ്ടാവുള്ളൂ കേട്ടോ, ഒത്തിരി പ്ലാന്റ്സ് ഒന്നുമില്ല. അടുത്തതായിട്ട് വന്നേക്കുന്നത് മൂഡി ബ്ലൂമാണ്. മൂഡി ബ്ലൂമിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ടുള്ളത് ഡബിൾ ഡിലൈറ്റ് ആണ്. ഡബിൾ ഡിലൈറ്റിൻ്റെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഡബിൾ ഡിലൈറ്റിന് വരുന്നത്. അകത്തൊരു ക്രീമി യെല്ലോ ഷെയ്ഡും ചുറ്റിനുമായിട്ട് ഒരു മജന്ത റെഡ് ഷെയ്ഡിലായിട്ടായിരിക്കും വരുന്നത്. ഐഡി വന്നിട്ട് ഡബിൾ ഡിലൈറ്റ് ആണ്. ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ട് നമ്മുടെ ബേബി പാരഡൈസ് ആണോ ഇതെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. രണ്ടും 2 ഐഡിയ ആണ് കേട്ടോ. ബേബി പാരഡൈസിൻ്റെ സെൻറ്റർ പോർഷനിൽ വൈറ്റ് ഷെയ്ഡായിരിക്കും വരുന്നത്. പിന്നെ ബേബി പാരഡൈസിനേക്കാളും അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ ഇതിന് വരുന്നത്. പിന്നെ അടുത്തതായിട്ടുള്ളത് ഈ ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് കേട്ടോ. നിറയെ പൂക്കും. നമ്മുടെ റെഡ് ക്രീപ്പറിൻ്റെ സെയിം തന്നെ പിങ്ക് ക്രീപ്പറാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ്.
അടിപൊളി റോസാണ്. ക്രീപ്പറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ചോയ്സാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് നമ്മൾ കൊറിയർ ത്രൂ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക്